എടാ ഷൈനെ ഇതൊന്ന് നോക്ക്, നമ്മുടെ സ്റ്റെഫിൻ്റെ ചെറിയൊരു ലുക്കില്ലേ. ജസ്റ്റ് മറിയ തിരുവനന്തപുരം കേസിൽ പുതിയ വഴിത്തിരിവ്. കോഴിക്കോട് 2022 ഒക്ടോബർ 12 കോഴിക്കോട് നഗര സ്വദേശി ജാക്കബിൻ്റെയും മന്നയുടെയും രണ്ടാമത്തെ മകൾ ജസ്മറിയ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാവുന്നത്. ചെറിയൊരു കട്ടുണ്ട്. ഇത് കൊണ്ടോട്ടിയാണല്ലോ. നിനക്കറിയണ ആരെങ്കിലും ആണോ? അറിയാ വെച്ചാൽ ചെറുതായിട്ട് കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാം. ആള് ഭയങ്കര ജേർണലിസ്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് കുറേ ചൊറകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ആക്സിഡൻറ്റ് നടന്നൊരു രീതിയായിരുന്നു. പോലീസിന് ഇതുവരെ അവിടുന്ന് വണ്ടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഒരു ബോഡിയുടെ സാന്നിധ്യം പോലും കിട്ടിയിട്ടില്ല. ബോഡി അവിടെ ഉണ്ടെന്ന് തെളിയിക്കുന്ന ബ്ലഡ് സ്റ്റെയിനോ ബോഡി ഫ്ലൂയിഡോ ഹെയർ ഫോളിക്കിളോ ഒന്നും തന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല. മച്ചാനെ കറണ്ട് പോയല്ലോ. ജസ്മറിയാണോ? ഇത് ജസ്മറിയ എന്നല്ലടാ, ആ മലരം ബീച്ചിന. എപ്പോൾ കറണ്ട് പോയാലും പേടിച്ച് ഇങ്ങോട്ട് വരും. പേടിത്തൂറി. മച്ചാനെ ബക്കറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഈ രാത്രിയിലാണ് ഈ അലക്കാൻ പോണത്. ബക്കറ്റ് വല്ലതും വേണമെങ്കിൽ ആ കക്കൂസ് പോയി എടുത്തോ. ഞാൻ പോട്ടെ. ഈ രാത്രിയിൽ കറണ്ടില്ലാത്തോടത്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെ അലക്കാനാ? അത് വിട്. മച്ചാനെ ഡിസ്ചാർജ് അടിക്കണം. എന്തേ അടിച്ചു തരണോ? വേണ്ട, മതി. എന്തൊരു ചൂടടാ. കറണ്ട് ഉള്ളതും കറണ്ട് ഇല്ലാത്തൊക്കെ ഒരേപോലെ തന്നെ ഇപ്പോൾ. ചൂടെടുത്തിട്ട് തന്നെ ഇപ്പം ഇറങ്ങി വന്നേ, അല്ല പേടിച്ചിട്ടല്ല. എന്തിനാടാ പേടിക്കണേ? കറണ്ട് പോയിന് ഇപ്പോൾ പേടിക്കാനെന്താ ഇപ്പോൾ? നല്ല ആളെ പറയണേ. പണ്ട് ഓജോടെ കളിച്ച് 3-4 ദിവസം പേടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ആളാ. എടാ, അത് ഓജോട് കളിക്കണതിന് മുന്നേക്ക് പനി ഉണ്ടായിരുന്നടാ, അതുകൊണ്ടാണ്. അല്ലാതെ ഓജോട് കളിച്ചിട്ട് പനിച്ചൊന്നല്ല. ഒന്ന് പോടാ അവിടുന്ന്. എന്നാ ഇപ്പോൾ കളിക്കണ്ടോ ഓജോ ബോർഡ്? ഇല്ല പറഞ്ഞ പേടില്ലാന്ന്. എന്നാൽ ഇപ്പോൾ ഒന്ന് കളിച്ചു നോക്കിയാലോ? കളിക്കണമെങ്കിൽ കളിക്കാം. നിങ്ങളെല്ലാവരും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, കളിക്കാം. വിരൽ നമ്മൾ ക്ലാസ്സിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെന്ത് സംഭവിച്ചാലും വിരൽ ക്ലാസ് നിന്ന് എടുക്കരുത്. എന്നിട്ട് 3 തവണ ആത്മാവേവ എന്ന് പറയണം. ആത്മാവേവ, ആത്മാവേവ, ആത്മാവേവ. ആത്മാവ് വന്നോ?
ആത്മാവിന്റെ പേരെന്താ? പേപ്പർ മേലെ എടുത്തുപ്പാ. വയസ്സെത്രയാ? 25. സ്ഥലം? നിർത്തിടാം. ഓരോരുത്തന്മാര് രാത്രി വരെ ഉഡായിപ്പായിട്ട് ഇറങ്ങിക്കോളും, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഇതേ അത്ര വലിയ പ്രേതാണെങ്കിലേ ഞാനൊരു ചോദ്യം ചോദിക്കുക, അതിൻ്റെ ഉത്തരം ഒന്ന് പറ. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്തെ എന്നെ എത്ര പെൺകുട്ടികൾ ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. വെരി ടഫ്. പൂജ്യം. നീയായിരുന്നാ? വാ നമുക്ക് ഓജപോട് കളിക്കാം, വാ. ഒന്നിറങ്ങി പോയ അവിടുന്ന് അമ്മയുടെ ഓജോ ബോർഡ് കളി. അവിടെ ക്യാഷ്വാലിറ്റി ഒരു സിവർ ബേൺസ് വന്ന് കിടപ്പുണ്ട്. ഫുള്ള് കത്തിക്കറിഞ്ഞ് ആണേതാ പെണ്ണേതാ മനസ്സിലാവാതെ. അപ്പോഴമ്മ ഓജോ ബോർഡ് കളി. എല്ലാവരും അറിയും, കാര്യം എടുക്കണ്ട. അതെ, ഭൂമി വരുമ്പോൾ നിന്റെ ഇരിക്കും, പക്ഷെ ഞങ്ങളിവിടെ നിന്ന് കളിക്കുക. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അപ്പുറം ഇഷ്ടം പോലെ റൂമുണ്ട്, നീ അവിടെ എങ്ങാനും പോയി കിടക്ക്. ഇവിടെ ഒന്ന് കൂടുതൽ ഉണ്ടാക്കണ്ട കേട്ടാ. ഇന്നത്തേക്ക് മതി, പോവാ. കളി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 തവണ ആത്മാവേ പോന്ന് പറയണം. ആത്മാവേ പോ, ആത്മാവേ പോ, ആത്മാവേ പോ. നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കിയാലോ? ആത്മാവേ പോ, ആത്മാവേ പോ, ആത്മാവേ പോ.
മതിയാക്കടാ, കുറെ നേരമല്ലോ പറ്റിക്കണ്. അതിന് ഞാനൊന്നല്ല, ഇയല്ലേ പറഞ്ഞ ഓജോ ബോർഡ് വെച്ചിട്ട് ഇവന്മാരെ പറ്റിക്കാന്ന്. അത് ഞാൻ പറഞ്ഞു തന്നെ. പക്ഷേ അല്ലേ കുറെ നേരമായിട്ട് കയ്യുന്നവരൊന്നും എടുത്തിടണേ. തുടക്കം ഞാൻ ഇട്ടതൊക്കെ ശരി തന്നെ, പക്ഷെ ഇപ്പം ചെയ്യണേ ഞാനൊന്നല്ല. ഈ അല്ലെങ്കിൽ പിന്നെ ആരാ? ഇതെന്തിന് ഇന്ന നോക്കണേ? എനിക്കില്ല പങ്കൊന്നുമില്ല. കാഷ്വാലിറ്റിയിൽ വന്ന കേസ് ഞാൻ പറഞ്ഞ ഒരു സിവിയർ ബേൺസ് ആയിട്ട് വന്ന കേസ്. അത് അവരുടെ പേരും ഗ്രേസ് മറി എന്നായിരുന്നു. അവര് റോഡ് ഡെഡ് ആയിരുന്നു.